നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ. നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിനു ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ്? അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? നിങ്ങൾ ഇറങ്ങി ചോദിച്ചോ? അല്ല, ചോദിച്ചോന്ന്. അല്ല, എന്റെ ചോദ്യം അല്ലല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, ചോദിച്ചോന്ന്. അല്ല, നിയമസഭയിലെ പ്രശ്നമല്ലേ? ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടന അല്ലല്ല, പോയിട്ടില്ല. പോയതെങ്ങനെയാവുക? ഭരണഘടനയോടുള്ള അവഹേളനം എപ്പോഴും അവഹേളനാണ്. കോട്ടെ രാജ്ഭവനിൽ 20 മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ? ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ? അല്ല, ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചോന്. ചോദിച്ചോന്നോ ഇല്ലെന്നോ മറുപടി കിട്ടിയാൽ മതി. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി? അല്ല, ആ ചോദ്യത്തിന് മറുപടി എന്താന്ന്? ശിവൻകുട്ടിയുടെ മറുപടി എന്താ? അതല്ല ഞാൻ പറയുന്നത്. 20 മിനിറ്റ് അതല്ല എന്റെ ചോദ്യം. 20 മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ?